ചേർത്തല താലൂക്ക് NSS വനിതാ യൂണിയൻ വാർഷിക പൊതുയോഗം NSS ചേർത്തല താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് പ്രൊഫസർ ഇലഞ്ഞിൽ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ചേർത്തല താലൂക്ക് NSS യൂണിയന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ചേർത്തല താലൂക്ക് വനിതാ യൂണിയന്റെ വാർഷിക പൊതുയോഗവും പുതിയ ഭരണസമിതി തെരഞ്ഞെടുപ്പും നടന്നു. NSS ഡയറക്ടർ ബോർഡ് അംഗവും താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായ പ്രൊഫസർ ഇലഞ്ഞിൽ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റായി വരകാടി വടക്ക് NSS വനിതാ സമാജ പ്രതിനിധി സീമ അജുകുമാറിനെയും വൈസ് പ്രസിഡന്റായി ചേർത്തല സൗത്ത് വനിതാ സമാജ പ്രതിനിധി ഡോക്ടർ രാജാമണി അമ്മയെയും സെക്രട്ടറിയായി ഉഴുവ പടിഞ്ഞാറ് വനിതാ സമാജ പ്രതിനിധി ആശാ സന്തോഷിനെയും ജോയിന്റ് സെക്രട്ടറിയായി കട്ടിയാട്ട് വനിതാ സമാജ പ്രതിനിധി ശോഭ മനോഹറിനെയും ഖജാൻജിയായി തുരുത്തിഭാഗം വനിതാ സമാജ പ്രതിനിധി ബിന്ദു KR-നെയും തിരഞ്ഞെടുത്തു. മെഗാ തിരുവാതിര എന്ന് പറയുന്ന ഗംഭീരമായ ഒരു പരിപാടി ആദ്യമായി താലൂക്കിൽ നടന്നത് ഈ വനിതാ സമാജത്തിന്റെ നേതൃത്വത്തിൽ ഈ ഗ്രാമത്തിൽ വെച്ചാണ്, ദേവി ക്ഷേത്ര മൈതാനിയിൽ വെച്ചാണ്. ഞാൻ ഇന്ന് ഓർക്കുന്നു, വളരെ ഗംഭീരമായ ഒരു പരിപാടിയായിരുന്നു. അതിനെ തുടർന്നാണ് മറ്റു പല ആളുകളും പല സ്ഥലങ്ങളിലും ഈ മെഗാ തിരുവാതിരയും ഒക്കെ വെച്ചു തുടങ്ങിയത്. വളരെയധികം പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കമ്മിറ്റിയുടെ കാലഘട്ടത്തിൽ ഈ ദീർഘമായി പ്രവർത്തിക്കേണ്ടി വന്നു എങ്കിൽ തന്നെയും എല്ലാ കാര്യങ്ങളും അവരുടേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട്. അവരെ ആ കാര്യത്തിൽ അനുമോദിക്കുകയും ചെയ്യുകയാണ്. ഇനി ഒരു പുതിയ ഇന്നിപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഈ യോഗത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പിന്റെ വിശദീകരണങ്ങളൊക്കെ ജയകൃഷ്ണൻ നൽകും. വോട്ടിനിട്ട് എടുക്കുന്ന ഒരു സമ്പ്രദായമൊന്നുമല്ല വനിതാ സമാജത്തിന്റെ യൂണിയന്റെ മീറ്റിംഗ്. യൂണിയന്റെ എല്ലാ ആളുകളും ആലോചിക്കുകയും എല്ലാ മേഖലയിലുള്ള ആളുകളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കമ്മിറ്റി രൂപീകരിക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. പുതുതായിട്ട് വരുന്ന ആളുകൾക്ക് എല്ലാ ആളുകളും പരിചയസമ്പന്നരായിട്ടല്ല വരുന്നത്. ഇപ്പൊ മന്ത്രിമാര് പോലും AR ഗിരിയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ 1957 മന്ത്രിയായപ്പോ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് കണ്ടപ്പോൾ പേടിച്ചു പോയി, കേരള അസംബ്ലി കണ്ടപ്പോൾ പേടിച്ചു പോയി എന്നൊക്കെ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ ആര് കമ്മിറ്റി വന്നാലും പുതുതായാലും പഴയതായാലും നമ്മുടെ ആത്മാർത്ഥതയിൽ